എൻ്റെ പേര് KP സായിരാജ്, അനന്തപുരി സാംസ്കാരിക കൂട്ടായ്മയുടെ ജനറൽ കൺവീനറും വിലാസിനി സ്മാരക സമിതിയുടെ ചെയർമാനുമാണ്. എന്നോടൊപ്പം സംഘാടക സമിതിയുടെ ചെയർമാനായ ശ്രീമാൻ അഡ്വക്കേറ്റ് SK സുരേഷ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ സ്റ്റേജ് കമ്മിറ്റി കൺവീനറായ ശ്രീമാൻ അശോക് PI ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമാൻ സത്യൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ 4 പേരുമാണ് ഉള്ളത്. ഈ വർഷത്തെ വിലാസിനി നോവൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് എല്ലാവരെയും അറിയിക്കുകയാണ്. വിലാസിനി സ്മാരക സമിതിയുടെ ഇക്കൊല്ലത്തെ നോവൽ പുരസ്കാരം ശ്രീമാൻ സലിൻ മാങ്കുഴിയുടെ ആനന്ദ ലീലയ്ക്ക് ലഭിച്ചതായി അറിയിക്കുന്നു. അദ്ദേഹം മുൻ അഡീഷണൽ ഡയറക്ടർ PRD വർക്ക് ചെയ്തതാണ്. അദ്ദേഹം അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. 30,000 രൂപയുടെ ചെക്കും ശില്പവും ഒരു പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇത് പ്രൊഫസർ N കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാൾ നന്ദാവനത്തുള്ള അവിടെ വെച്ച് പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ മുന്നിൽ നമ്മുടെ സംവിധായകനും നടനും ആയ ചലച്ചിത്ര ക്ഷേമ നിധി ബോർഡ് ചെയർമാനും ആയ ശ്രീ മധുപാൽ ആണ് അവാർഡ് സമ്മാനിക്കുന്നത്. ഇത് കൂടാതെ ആനന്ദലീലയ്ക്ക് മാത്രമല്ല, ഇത് കൂടാതെ ഞങ്ങളൊരു 30 ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ സാഹിത്യം, ശാസ്ത്രം, കല, സംഗീതം തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്കുള്ള ശ്രേഷ്ഠ പുരസ്കാരം കൂടി കൊടുക്കുന്നുണ്ട്. 30 പേർക്കാണ്. അതുകൂടാതെ 2 പേർക്ക് പ്രത്യേക പുരസ്കാരവും കൊടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അവരുടെ പേരങ്ങ് വായിക്കാം. കാരണം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് വിലാസിനി നോവലിനാണ്. എല്ലാ വർഷവും ഉള്ള ഒരു കാര്യമാണ്. ഇതൊരു കൂട്ടായ്മയാണ്. അനന്തപുരി സാംസ്കാരിക കൂട്ടായ്മയിൽ നിരവധി സംഘടനകളുണ്ട്. അതിൽ ശാസ്ത്ര, സാഹിത്യ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും എല്ലാം ഉണ്ട്. ഇതിൽ ശ്രേഷ്ഠ പുരസ്കാരം ഒന്ന് പെട്ടെന്ന് പറയാം. ഉപകരണ സംഗീതത്തിൽ റോയ് C ജോസഫ്, ബാലസാഹിത്യത്തിൽ കിട്ടിയിരിക്കുന്നത് തിരുമല ശിവൻകുട്ടി, ഹിന്ദി സാഹിത്യത്തിൽ ഗീതാകുമാരി, സാംസ്കാരിക പ്രവർത്തനത്തിൽ കാരക്കാമണ്ഡപം വാസുദേവൻ. കൂടാതെ 3 കുട്ടികൾക്ക് നമ്മൾ ബാലശ്രേഷ്ഠ അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ആൾ സ്നിഗ്ധ പ്രമോദാണ്. പിന്നെ അഗ്രോ ടൂറിസത്തിൽ സിബിൻ ഹരിദാസിനാണ്. പ്രകൃതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചെറിയാൻ മാത്യു, മയവാക്കി ഫോറസ്റ്റിൻ്റെ പ്രയോക്താവാണ്. പിന്നെ 2ാമത്തെ കുട്ടി ബാലശ്രേഷ്ഠ ചൈൽഡ് പ്രോഡിജി അവാർഡ് വേദിക പ്രവീണാണ്. കവിതയ്ക്ക് അനീഷ് K ഐലറ, ചരിത്രത്തിലെ ഡോക്ടർ ശിവശങ്കരൻ നായർ, യാത്രാവിവരണം എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത രീതിയിൽ രമാദേവി രവീന്ദ്രൻ, സാഹിത്യത്തിൽ ദേവദാസ്, അദ്ദേഹം നോവലും എഴുതിയിട്ടുണ്ട്. 3ാമത്തെ കുട്ടിയുടെ പേര് നമിത അനിൽകുമാർ, നമ്മുടെ സ്കൂളുകളിൽ നിന്നുള്ള കലാമേളയിലൊക്കെ മികച്ച നിലവാരം പുലർത്തിയതാണ്. ടൂറിസം എന്ന് പറയുന്നതിൻ്റെ മികച്ച സംഘാടകനായിട്ട് എടുത്തത് ശിവാനന്ദൻ V എന്നയാളാണ്. കൂടാതെ പുരാവസ്തു ശേഖരണം മികച്ച രീതിയിൽ നടത്തിയ V ഉണ്ണികൃഷ്ണൻ അവാർഡുണ്ട്. മാധ്യമ പ്രവർത്തനത്തിന് അനിൽ നെടുങ്കോട് ആണ്, അദ്ദേഹം ഡോക്യുമെൻ്ററി ഫിലിമുകൾ ചെയ്തയാളാണ്. ഫാം ജേർണലിസത്തിന് ഡോക്ടർ N അജയൻ, ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായിട്ട് ഡോക്ടർ B ശശികുമാർ, അദ്ദേഹം വേൾഡിലെ 2% സയൻറ്റിസ്റ്റിൻ്റെ ആ ലിസ്റ്റിൽ വന്നയാളാണ്. IASRൽ നിന്നും റിട്ടയർ ചെയ്തയാളാണ്. ശ്രേഷ്ഠ വൈദ്യനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഡോക്ടർ സഹീർ അബ്ബാസാണ്. കാർഷിക പരിശീലകൻ എന്നുള്ള നിലയിൽ ശ്രേഷ്ഠ അവാർഡ് ജയകിരൺ K ആണ്. ഇന്നോവേറ്റീവ് ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാബു തോമസ് ആണ്. ജൈവ കർഷകൻ ജയചന്ദ്രൻ നായരാണ്. ഞാനിതിൻ്റെ കോപ്പി തരാം. പാലപ്പൂർ ജൈവ പച്ചക്കറി ക്ലസ്റ്റർ ഉണ്ട് കല്ലിയൂർ പഞ്ചായത്തിൽ, അവരെയാണ് മികച്ച ക്ലസ്റ്ററായിട്ട് എടുത്തിരിക്കുന്നത്. ഉദ്യാന കലയിൽ KS ഉമാമഹേശ്വരൻ, കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്തയാളാണ്. മാർഷ്യൽ ആർട്ടിലെ ഒരു 9-10 വയസ്സ് മാത്രമുള്ളൊരു കുട്ടി അദ്വിക് AD, ആ കുട്ടിക്കും ബാലശ്രേഷ്ഠ. ഗുരുശ്രേഷ്ഠ അവാർഡ് ഡീനായിട്ട് റിട്ടയർ ചെയ്ത ശ്രീമാൻ ഡോക്ടർ അനിൽകുമാർ. സാഹിത്യ നിരൂപണം
എന്ന വിഷയത്തിൽ ഡോക്ടർ പി ഉഷാ റാണി, അഗ്രി ബിസിനസ്സിൽ ഡോക്ടർ അജീഷ്, ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ വർഷവും കൊടുക്കുന്നതാണ് രശ്മി ആർ ഉച്ചറ, പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം ജയകുമാർ, അതൊരു ഉദ്യോഗസ്ഥനാണ് കൃഷി വകുപ്പിലെ. ഇതുകൂടാതെ 2 പ്രത്യേക പുരസ്കാരം കൂടിയുണ്ട്. പാണൻവിള റെസിഡൻസ് അസോസിയേഷന് സൗഹൃദ കൂട്ടായ്മ മികച്ച റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ള നിലയ്ക്കും, തിരുവാതിര ഗ്രൂപ്പ് ഉണ്ട്, അവർ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ്, അവർക്കും പ്രത്യേക പുരസ്കാരം. അങ്ങനെ ഞങ്ങൾ 32 പുരസ്കാരങ്ങളും ഒരു നോവൽ അവാർഡും ഈ വരുന്ന 4-ാം തീയതി മറ്റന്നാൾ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് ശ്രീമാൻ മധുപാലും അതുപോലെ കവടിയാർ രാമചന്ദ്രനും നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറും അടങ്ങുന്ന സാഹിത്യകാരന്മാരെല്ലാം അവിടെ ഉണ്ടാകും. ഇതിൽ ജൂറിയായിട്ട് യഥാർത്ഥത്തിൽ കവടിയാർ രാമചന്ദ്രൻ സാറ് ചെയർമാൻ ആയിരുന്നു ആനന്ദലീലയ്ക്ക് സമ്മാനം കൊടുത്തതിൽ. ഡോക്ടർ സാബു കോട്ടക്കൽ കേട്ടിക്കൽ, ശശികുമാർ സിത്താര എന്നിവർ അംഗങ്ങളും ആയിരുന്നു.